നമസ്കാരം. 2026-27 സാമ്പത്തിക വർഷത്തിലേക്കുള്ള തുരുത്തിക്കാട് ഫാമിലിയുടെ ബഡ്ജറ്റ് മേശപ്പുറത്ത് വെക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ കോപ്പി കുടുംബാംഗങ്ങൾക്ക് ഉടനെ തന്നെ നൽകുന്നതാണ്. അപ്പോൾ പറയാനുള്ളത്, 10 വർഷം മുമ്പ് തുരുത്തിക്കാട്ട് ഫാമിലി എങ്ങനെയായിരുന്നോ അതിൽ നിന്നും വലിയ മാറ്റമാണ് 10 വർഷം കൊണ്ട് സംഭവിച്ചിരിക്കുന്നത്. വലിയ പുരോഗതിയാണ് ഞാൻ ഈ കാര്യങ്ങൾ ഏറ്റെടുത്തതിന് ശേഷം വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 2026-27 ബഡ്ജറ്റ്, കുടുംബ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ്. പച്ചക്കറി വാങ്ങാൻ അച്ഛൻ സ്ഥിരമായിട്ട് അപ്പുറത്തെ തങ്കച്ചൻ ചേട്ടൻ്റെ കടയിൽ പോകുന്നതുകൊണ്ട് അച്ഛന് ഒരു ഇലക്ട്രിക് കാറ് വാങ്ങാനായിട്ട് ഒരു 40 ലക്ഷം രൂപ അനുവദിക്കുകയാണ്. വൈഫ് ഇപ്പോൾ ഇവിടുത്തെ ഹോം മേക്കറായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഹോം മേക്കർ അലവൻസ് ആയിട്ട് അത് 50,000 രൂപയായിട്ട് വർദ്ധിപ്പിക്കുകയാണ്. അമ്മയാണ് ഇപ്പോൾ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്നത്. മറ്റുള്ളവരെല്ലാം സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളായിട്ട് നിൽക്കുന്നുണ്ട്. അമ്മയുടെ അടുക്കള അലവൻസ് 27,562 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ പിങ്കിക്കും കല്ലുവിനും കളിക്കാനായിട്ട് വണ്ടർല മോഡലിൽ ഇവിടെ ഒരു പാർക്ക് ഒരുക്കാനായിട്ട് അതിന് പ്രാരംഭ ഘട്ടത്തിൽ 10 കോടി രൂപയാണ് വിലയിരുത്തുന്നത്. അതുപോലെ അപ്പുറത്ത് നമ്മുടെ ശങ്കറിൻ്റെ വീട്ടിലോട്ട് പോകാനായിട്ട് ഒരു കോൺക്രീറ്റ് പാലം പില്ലറുകളിൽ തീർക്കണമെന്ന് അതിനു വേണ്ടിയിട്ട് നമ്മളൊരു 10.437 കോടി രൂപ അതിലേക്ക് മാറ്റിവെക്കുകയാണ്. അതുപോലെ അമ്മ അമ്പലത്തിൽ പോയിട്ട് വരാനായിട്ട് വൈകുന്ന അമ്മയ്ക്ക് ഇടയ്ക്കേക്ക് പോകണമെന്ന് നടക്കുന്നില്ലെന്ന് പറയുന്നതുകൊണ്ട് നമ്മളൊരു തുരുത്തിക്കാട് റെയിൽ, റെയിൽ നമ്മൾ ഇവിടെ കാവുങ്കൽ ക്ഷേത്രത്തിലേക്ക് പ്രഖ്യാപിക്കുകയാണ്. അതിൻ്റെ പ്രാരംഭ പഠനങ്ങൾ നടത്താനായിട്ട് നമ്മൾ 983 കോടി രൂപ അതിനായിട്ട് മാറ്റിവെക്കുകയാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടായിട്ടുള്ള കുടുംബത്തിൻ്റെ ഇത് 10 കൊല്ലങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടതിനേക്കാളൊക്കെ പുരോഗതിയിലേക്ക് പോകുന്ന, നമ്മൾ ഈ വർഷം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞിരിക്കുക. ഇതുപോലെ അച്ചടിച്ച പേപ്പറിലെ മുഴുവൻ സാധനങ്ങളും തീർന്നിട്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാം. പേജ് മറിച്ച് നോക്കുമ്പോഴത്തേക്ക് പേജൊക്കെ ബ്ലാങ്കാണ് കഴിഞ്ഞ പ്രാവശ്യത്തത്. അപ്പോൾ എല്ലാം ചെയ്തു കഴിഞ്ഞു. അതുപോലെ തന്നെ അടുത്ത തവണ ഞാൻ തന്നെയായിരിക്കും കുടുംബം ഭരിക്കാൻ പോകുന്നത്. ഇതൊക്കെ നമ്മൾ നടപ്പിലെടുത്തു.